ആദായനികുതി വകുപ്പ് മാത്രമല്ല, ഈ SITയുടെ ഒത്തുകളിയാണോ സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദമാണ്, എന്തായാലും അകത്തു പോയവർ ഒന്നൊന്നായി വരിവരിയായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവിക നീതി കോടതി വരാന്ത വഴിയോ കോടതിയുടെ പരിസരത്ത് കൂടിയോ പോയിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നുള്ളത്. എന്തായാലും അങ്ങനെ ലഭിച്ച് പുറത്തു വന്ന് അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിൽ അതില്ല. ഈ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറും CPM നേതാവുമായ N വാസുവിന് EDയുടെ കുരുക്കും ഒരുങ്ങുന്നു. കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ N വാസുവിനും ED ഉടൻ സമൻസ് നൽകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്നു വാസു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്നാണോ ED പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം SIT ആദ്യഘട്ടത്തിലെല്ലാം വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിച്ച് അറസ്റ്റിലേക്ക് അടക്കുന്നു. പക്ഷേ വൻ തോക്കുകളിലേക്ക് പോകാതിരിക്കുന്നു. പിന്നീട് കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു, വിമർശനം വരുന്നു. ഇവരെ തൊടാത്തത് എന്താണ് എന്ന് പച്ചയ്ക്ക് തന്നെ കോടതി ചോദിക്കുന്നു. അതിന് ശേഷം ഈ അറസ്റ്റിലേക്കെല്ലാം തന്നെ പലരിലേക്കുള്ള അറസ്റ്റിലേക്ക് നിർബന്ധിതരാകുന്നു. തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഇടയ്ക്ക് വന്നു. ആ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ചില പരിപാടികൾ കണ്ടു. ഇപ്പോഴിതാ മറ്റ് ഒരു ഘട്ടത്തിലേക്ക് കൂടി SITയുടെ അന്വേഷണം വേറൊരു ദിശയിലേക്ക് കൂടി പോകുന്നു. SIT എന്താണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചുള്ള പല ആശങ്കകൾ പലർക്കുണ്ട്. എന്നാൽ കോടതി പലപ്പോഴും പറയുന്നുണ്ട് ശരിയായ രീതിയിലാണ് എന്നടക്കം കോടതി പറയുന്നുണ്ട്. കോടതി അതേസമയം വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ SITയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ള പ്രതികൾ അവർക്ക് മറ്റൊരു കുരുക്കാകുന്നത് EDയുടെ അന്വേഷണമാണ്. നമുക്കറിയാം SITയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയെങ്കിലും ED നിരന്തരമായി ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അറസ്റ്റുകൾ പലതും പല രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. അത്തരത്തിൽ തന്നെയാണ് N വാസുവിൻ്റെ കാര്യത്തിലേക്കും പോകുന്നത് എന്നുള്ളതാണ്. N വാസുവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമൻസ് ഉടൻ ED നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുരാരി ബാബു ഇവിടെ ഇതിനു മുമ്പിൽ, അതായത് EDക്ക് മുമ്പിൽ ഹാജരായിരുന്നു. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. അത് രേഖപ്പെടുത്താനുണ്ടായ സാഹചര്യം സ്വർണം തെളിഞ്ഞ് ചെമ്പായതുകൊണ്ടാണ് എന്നതൊക്കെയാണ് EDക്ക് മുമ്പാകെ മുരാരി ബാബു നടത്തിയ അവകാശവാദങ്ങൾ. ഇപ്പോൾ സമാനമായി ഇപ്പോൾ N വാസുവിനെയും ചോദ്യം ചെയ്യാൻ ED വിളിച്ചു വരുത്തും. അതിനുള്ള നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള പ്രവർത്തകർ കൂടി, മറ്റുള്ള ദേവസ്വം ബോർഡിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു. ED അവർക്ക് കൂടി സമൻസ് അയച്ച് വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലേ ഒരു രാവിലെ മുരാരി ബാബു, സുധീഷ്, വാസു, ശരിക്കും ഇന്ന് വൈകിട്ട് നട തുറക്കുക, അതാണ് ഒരു ആശ്വാസം. ഇന്ന് വൈകുന്നേരം മുതൽ നാളെ ഒരു 5 ദിവസത്തേക്ക് രാവിലെ ആദ്യം സന്നിധാനത്ത് പോയി ദർശനം കഴിഞ്ഞാലും പിന്നാലെ പറയാൻ പോകുന്ന ഇതാണ്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും.